ഒട്ടും കംഫർട്ടബിൾ അല്ല ലിപ്സിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ. അപ്പോഴാണ് ഇങ്ങനൊരു സോങ് ആണെന്ന് പറഞ്ഞ് ലിറിക്സ് എനിക്ക് അയച്ചത്. ലിറിക്സ് ആയിരുന്നു എനിക്കതിൽ ഞാൻ ആ യെസ് പറയാൻ കാര്യം. ഈ സ്ക്രിപ്റ്റ് അജു കേൾക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? ഇതിലൊരു വട്ടുണ്ട്, ആ വട്ടായിരുന്നു എനിക്ക് താല്പര്യം തോന്നിയത്. ഞാൻ അങ്ങനെ വലിയ അറിയപ്പെടുന്ന ആളൊന്നും അല്ലായിരിക്കാം, എന്നാലും എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ അങ്ങനെ ബയസ്ഡ് അല്ല എന്നും. അച്ഛനാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനൊരു കറക്റ്റായിട്ടുള്ള ആളായിരുന്നെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഗോകുലും അല്ലെങ്കിൽ ഫാമിലി ഫേസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ മനസ്സിലാവുള്ളൂ. പുറത്തിരിക്കുന്നവന് അപ്പുറത്ത് ഭ്രാന്ത് വരുമ്പോൾ നല്ല സുഖമാണെന്നുള്ള അവസ്ഥയാണല്ലോ. ഇങ്ങനത്തെ സിനിമകൾ താല്പര്യപ്പെടുന്ന ഒരു ഫസ്റ്റ് ഡേ വന്നാൽ മതി, നിങ്ങൾക്ക് ചതിക്കപ്പെട്ടെന്നൊരു ഫീല് വരും. കല വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയും തേക്കാതെ ഈ പരിപാടി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സെയിൽസാണ്, കലയുടെ കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എങ്ങനെ കല സ്മഗിൾ ചെയ്ത് കയറ്റാന്നാണ് നോക്കുന്നത്. അനാർക്കലി ഏലിയനായിട്ട് അഭിനയിക്കുന്നു. ഇതിനു മുന്നേ ചെയ്ത് പരിചയമൊന്നുമില്ലല്ലോ. അവർക്ക് ചെയ്ത് പല സിനിമകളും പലരിൽ നിന്നും കോപ്പി അടിക്കുന്ന കോടികൾ അടുത്ത് നിൽക്കുന്ന ഇതിൽ ഇൻവെസ്റ്റഡ് ആണ്. ഇപ്പോൾ എനിക്ക് 40 ആയെങ്കിലും ഞാനിപ്പോൾ മനസ്സുകൊണ്ട് നല്ല പൂർണ്ണ വസന്തമാണ്. എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം. പുതിയ പാട്ടുകൾ ഞാൻ ഇലുമിനാട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഞാൻ ഒരാളെയും മാറ്റില്ല, ആരും എന്നെയും മാറ്റില്ല. ശരിക്കും അന്യഗ്രഹ ജീവികൾ ഉണ്ടാവുമോ? കളമശ്ശേരി ജനിച്ച് എനിക്കറിയാം. സ്റ്റോറീസിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത് എൻജോയ് ചെയ്യുന്നത്. ഗഗനചാരി എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അജു വർഗീസ്, കൃഷാന്ത്, ഗോകുൽ സുരേഷ്. ഹായ് അജു. ഹായ് കൃഷാന്ത്. ഇപ്പോൾ ഗായകൻ കൂടിയാണ്. ആയിപ്പോയി. ആ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് മഞ്ഞമുണ്ടും മടക്കി കുത്തി പോരിന് വരാൻ വേണ്ടിയിട്ട് കൃഷ്ണനോട് പറയുന്നത്. ആ ഭക്തി ആണ് സാധാരണ അല്ലേ, അതെ, ഒരു നരസിംഹം മോഡിലാക്കി. അതിന്റെ ക്രെഡിറ്റ് അജുവിനും കൂടെ. വിനായകാണ് എഴുതിയെങ്കിലും അജു പാടുമ്പോഴത്തേക്ക് ഇപ്പൊ അജുവിന്റെ പാട്ടായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ട് പാടിയതല്ല, നീരജാണ് ആദ്യമായിട്ട് പാടിയത്, ഗോപിച്ചേട്ടൻ. പിന്നെ അലോഷി എന്ന് പറഞ്ഞ ഒരാൾ ഷാന എന്നെ വെച്ച് പാടി, ഷാനയ്ക്ക്. പക്ഷെ ഇത് യാദൃശ്യമായി സംഭവിച്ചതാണ്. ഷൂട്ടിന് വിളിച്ചു വിപിൻ, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പം ചെറിയൊരു പരിപാടിയാണെങ്കിലും പോയി ചെയ്യാമെന്ന്. അപ്പോൾ പാട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ആദ്യം റിലക്റ്റൻ്റ് ആയിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാക്സിമം. കാര്യം ഒട്ടും കംഫർട്ടബിൾ അല്ല ലിപ്സിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ. അപ്പോഴാണ് ഇങ്ങനൊരു സോങ് ആണെന്ന് പറഞ്ഞ് ലിറിക്സ് എനിക്ക് അയച്ചത്. ലിറിക്സ് ആയിരുന്നു എനിക്കതിൽ ഞാൻ ആ യെസ് പറയാൻ കാര്യം. ആ ലിറിക്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നി. അതെ അതെ. എന്നിട്ട് പോയി അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ചോദിച്ചു, ഞാനിത് പാടി നോക്കിക്കോട്ടെ, ഇല്ലെങ്കിൽ എടുത്ത് മാറ്റാമല്ലോ, കളയാമല്ലോ. അപ്പം അവിടെയായിരുന്നു ബിബിനും അങ്കിതും. അവർ ധൈര്യമായിട്ട്, ഈവൻ സാരഥി ചേട്ടനും അവരുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നിലുപരി. അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എന്നിട്ട് ഞാൻ ഫൈനലായിട്ട് പാടി. എനിക്കൊന്ന് പാട്ടെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജിയുടെ സപ്പോർട്ടുണ്ട്, പിച്ച് കറക്ഷനൊക്കെ അതിലൂടെ പറ്റും. അപ്പം അവരെല്ലാവരെയും ഞാൻ വിളിച്ചിരുത്തി ഫൈനൽ ലോക്ക് ചെയ്യുന്ന ദിവസം. എന്നിട്ട് ഓരോരുത്തരടുത്തും ഞാൻ ചോദിച്ചു. എന്നിട്ട് 3-4 പ്രാവശ്യം കേൾപ്പിച്ചു, മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ആ പ്രൊമോ ഷൂട്ട് ചെയ്തു. പക്ഷെ രസമാണ് ഈ സിനിമയിൽ ജനാർദ്ദനൻ ചേട്ടൻ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊരു പറച്ചിലുണ്ട്. അതായത് ഭയങ്കര സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ മനസ്സിൽ തോന്നുന്ന എന്തും പറയും. അപ്പോൾ തോന്നുന്ന വികാരം എന്താണ്, ദേഷ്യം വരികയാണെങ്കിൽ അതും പ്രകടിപ്പിക്കുമെന്ന് പറയുന്നൊരു ഇതുണ്ട്. ഈ വരികൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നതായിട്ട്, അതായത് രാധാകാമുക എന്നൊക്കെ അങ്ങ് സ്ട്രെയിറ്റ് വിളിച്ചിട്ട്, അതായത് നമ്മുടെ സ്വന്തം ആളാണ്, അടുത്ത് നിൽക്കുന്ന ഒരാളാണ്, അപ്പോൾ നമ്മളങ്ങ് കയറി അങ്ങ് പറയുകയാണ്. അപ്പോൾ വാ നന്ദനം കാണുമ്പോൾ അതെ അതെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നവ്യയുടെ ക്യാരക്ടറും ഭയങ്കര. അന്നൊന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പോയി, ഇന്ന് ഞാൻ വിളക്ക് മറ്റേ ഇന്ന് കെടുത്തി കളയുന്നു. അത് ഭയങ്കര ഒരു ഫ്രണ്ട്. എനിക്കും പേഴ്സണലി എൻ്റെ കമ്മ്യൂണിക്കേഷൻ എൻ്റെ ബിലീഫിൽ അങ്ങനെയാണ്. നമുക്ക് അവിടെ ഒരു ഭയഭക്തിയേക്കാൾ ഉപരി നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഒരു കോൺഷ്യസ്, ഒരു ഇന്നർ കോൺഷ്യസ്, അതിൻ്റെ ഒരു ഇതാണല്ലോ നമുക്ക് ആ ബിലീഫ്. അപ്പോൾ അത് എനിക്കിതിൽ തോന്നിയിരുന്നു. കറക്റ്റാണ്. എന്തായാലും അടിപൊളി, പിള്ളേരൊക്കെ പാടി നടക്കുന്നുണ്ട്. കൃഷാന്ത്, നിങ്ങളുടെ 2 പടങ്ങൾ ആവാസവ്യൂഹവും പുരുഷപ്രേതം അസാധ്യ പടങ്ങളാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. കൺഗ്രാജുലേഷൻ അച്ഛനാണ് പറയേണ്ടത്, പക്ഷേ ഇപ്പോൾ പ്രതിനിധിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ മകനാണുള്ളത്. ഇനിയിപ്പോൾ മന്ത്രിയുടെ മകനെന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ഗോകുൽ. അതിനെങ്ങനെയാണ് ഗോകുൽ ശരിക്കും കാണുന്നത്? സന്തോഷത്തോടെ. സന്തോഷക്കുറവൊന്നുമില്ല. വീട്ടിൽ അത്യാവശ്യം ബഹളമൊക്കെ ആയിരിക്കുമല്ലേ ഇപ്പോൾ? ഇപ്പം അച്ഛൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അച്ഛനുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. ഗഗനചാരിയിലേക്ക് നമുക്ക് വരാം. പടം കണ്ടിട്ടുണ്ടായിരുന്നു. പുതിയ പടം എന്ന് പറയുന്നത് ഇതാണ്, അതായത് പുതുമയുള്ള പടവും നമ്മൾ പറയില്ലേ, അത് നല്ല വർക്കാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു കൃഷാന്തൻ. അടിപൊളിയായിട്ടുണ്ട്, നല്ല വർക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലത്തൊക്കെ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അന്തം വിട്ടിച്ചിരിക്കില്ലേ, ചില പടങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഈ ഫുള്ള് കൊടുത്തിട്ട്
അന്തം വിട്ടിച്ചിരിക്കാൻ പറ്റുക. അപ്പോൾ കോൺസെപ്റ്റ് ആദ്യം കാണിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിടിയിട്ട് തുടങ്ങി ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും കോംബോ ഇല്ലേ, സൂപ്പർ സാധനം. സൂപ്പർ എന്ന് വെച്ചാൽ ഇത്രയും കോമഡി വർക്കൗട്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ കഴിവ് കൂടെയാണ്. അതിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം പറയേണ്ട ഒരു വിഷ്വൽ ഞാൻ പറയാം. അപ്പം ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഈ വിഷ്വൽ കണ്ടിട്ട് ഇത് കോമിക് സിനിമയല്ല ഏതാണ്ട് ബുദ്ധിജീവി സിനിമയാണെന്ന് തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. ബുദ്ധിയുണ്ട് ഇതിനകത്ത്, കുറേ ലെയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കോമിക്കാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ പരിണാമത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന സ്ഥലത്ത് 3 പേരും ഇരിക്കുന്നത് ഒരാളുടെ തലയിൽ പിടിച്ചിട്ടാണ്. ശരിക്കും ഇതെന്ന് പറയുന്നത്, അതായത് കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് ആ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായവും ആ വിഷ്വലും കൂടെ യഥാർത്ഥത്തിൽ ഒരു കോൺട്രാസ്റ്റ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇത് കാണുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്കും ഈ പറയുന്ന രീതിയിൽ ആ ലെയർ വായിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ വായിക്കാം. നോർമലി നിങ്ങൾ പറയുന്ന തമാശകൾ ഭയങ്കര രസമായിട്ട് വന്നിരിക്കും. ഈ സ്ക്രിപ്റ്റ് അജു കേൾക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല സ്ക്രിപ്റ്റ് കേൾക്കൽ. പിന്നെ അരുൺ ചന്തു, ഞാൻ സാജൻ ബേക്കറി വർക്ക് ചെയ്ത ഡയറക്ടറാണ്. 10-12 വർഷമായിട്ട് തട്ടത്തിൻ മറയത്തിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആൻഡ് ഡിസൈനർ. സ്റ്റിൽസ് ഹരി തിരുമലയുണ്ട്, പക്ഷേ ഹി ഓൾസോ ഹെൽപ്പ്. തിരയുടെ ഫോട്ടോഗ്രാഫർ ആൻഡ്. അപ്പം ചന്തു നമുക്ക് വളരെ അറിയാവുന്ന അടുത്ത സുഹൃത്താണ്. പിന്നെ എനിക്ക് എന്താ പറയുക, ചന്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എസ്തെറ്റിക്സിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ബോധത്തിലുള്ളൊരു ഒരു എന്താ പറയുക അപ്ഡേഷൻസ് തരുന്നത് പുള്ളിയാണ് പലപ്പോഴും. അല്ലെങ്കിൽ ചില ലുക്കുകൾ ഞാൻ ഫസ്റ്റ് സംസാരിക്കുന്ന വ്യക്തിയിലൊരാളാണ്. അപ്പോൾ അയാളുടെ സെൻസിബിലിറ്റിയൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അയാളുടെ ഡയറക്ടറിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ സാജൻ ബേക്കറി പ്രൊഡ്യൂസ് ചെയ്തത്. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വർക്കായില്ല. ആ സമയത്ത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ചന്തു പറഞ്ഞൊരു കോൺസെപ്റ്റാണ്, സായിയും ചന്തുവും കൂടെ, എൻ്റെ റൈറ്റർ. അപ്പോൾ സായിയും ചന്തുവും കൂടെ പറഞ്ഞൊരു കോൺസെപ്റ്റിൽ ഇതിലൊരു വട്ടുണ്ട്. ആ വട്ടായിരുന്നു എനിക്ക് താല്പര്യം തോന്നിയത്. കാര്യം ഒന്ന് കോവിഡാണ്, എല്ലാവർക്കും വട്ടാണ്, നമുക്കൊന്നും ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇനിയും ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യേണ്ട ഒരു ടൈം ആയി എന്നുള്ളൊരു ഫീൽ എനിക്ക്. കാര്യം നമ്മൾ എത്ര നാൾ, കാര്യം ഞാൻ സാജൻ്റെ ഒരു അന്ന് റിലീസായിട്ടില്ല, സാജൻ്റെ ഒരു നാടൻ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഡ്രാമയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. ടോട്ടലി ഒരു കോൺട്രാസ്റ്റ് അവൻ ചെയ്തത് നന്നായിരിക്കും അപ്പോൾ എനിക്കും തോന്നി. പിന്നെ ബഡ്ജറ്റും നമുക്ക് ഈ പറഞ്ഞ പോലെ <5 എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ നിർത്തണമല്ലോ, അതിൽ കൂടുതലും നമുക്ക് ആരും ബഡ്ജറ്റ് തരില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ അജിതേട്ടന് പ്രൊജക്റ്റ് വർക്കായി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വൈസ് അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ വൈസ് ഒക്കെ ഞാൻ അപ്പോൾ പറയുന്നത് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ഇന്നുവരെ ഫീൽ ചെയ്ത് അഭിനയിച്ചിട്ടില്ല. എനിക്ക് ആക്ഷൻ കട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വേറെ ആളാവാറില്ല. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. അന്യഗ്രഹ ജീവി ആദ്യമായിട്ട് മലയാളത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഗോകുലിന് ആദ്യം എന്താണ് ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പാർക്ക് വരുന്നുണ്ടാവല്ലോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഡയറക്ടർ അരുൺ ചന്തുവായിട്ട് അത്യാവശ്യം നല്ല കണക്റ്റാണ്. അജുവേട്ടനും അരുൺ ചേട്ടനും ഞാനുമായിട്ട് സായാഹ്ന വാർത്തകൾ ഇതിനു മുമ്പ് സാജൻ ബേക്കറിക്ക് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്സിനോടും അപ്ഡേഷനോടും അജുവേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ആ സെൻസിബിലിറ്റിയോടും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് സായാഹ്ന വാർത്തകൾ ചെയ്തത് ഇന്നൊരു നോർമലായിട്ടുള്ളൊരു നമ്മുടെ ഈ റിയാലിറ്റി തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന നോർമൽ ക്യാരക്ടറായിരുന്നു. പക്ഷെ ഒരു സറിയൽ ആയിട്ടുള്ളൊരു വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന, അതും നമ്മുടെ ഈ കേരളം തന്നെയാണ് കാണിക്കുന്നത്. യൂഷ്വലി സറിയലിസം കാണിക്കുന്ന US-ലും അങ്ങനെ ഈ സൂപ്പർ ഹീറോസും എല്ലാം US മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന പോലെയാണല്ലോ നമ്മൾ കാണാറ്. അപ്പോൾ അതിനൊരു വ്യത്യാസം ഇവിടെ അത് ആ ടെംപ്ലേറ്റ് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് ഞങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയും കൂടി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. എനിക്ക് ഫ്രം ദി സ്റ്റാർട്ട് ആദ്യത്തെ ആ 2 സെൻറ്റൻസ് തൊട്ട് എനിക്ക് വർക്കായിരുന്നു. അനാർക്കലി ഞങ്ങൾ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ ഒരു ഇഷ്ട മേഖല ഇതൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് സൂപ്പർ ഹീറോ ഫിലിംസും അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കണക്റ്റായി. പിന്നെ ഹ്യൂമർ അങ്ങനെ ഞാൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ അതിൻ്റെ ലെജൻഡ് ആയിട്ടുള്ള അജുവേട്ടൻ്റെ കൂടെ എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ഞാൻ ആസ്വദിച്ച് ചെയ്ത കാര്യം. നമ്മൾ അതിൻ്റെ ഒരു സ്പൂഫിങ് ആണ് ചെയ്തെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മറ്റേ സമ്മർദ്ദത്തിൽ അത് എൻജോയ് ചെയ്ത.
വീരഭദ്രൻ എന്ന് പറഞ്ഞൊരു നോവൽ വായിക്കുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നൊരു ലോകവും അതിനകത്തേക്ക് സൂര്യപ്രകാശവും ഒക്കെ എത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു നോവൽ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു ലോകം കാണാൻ പറ്റുന്നുണ്ട്. കാരണം കണക്ഷൻസ് ഒക്കെ എല്ലാം ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് അലക്സ രാഘവൻ എന്നല്ലേ പേര്? രാഘവൻ സൂപ്പർ. ഇവരുടെ ഹ്യൂമർ പലതും രാഘവനും കൂടെ ചേർന്നാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇത് കണക്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ലോകം ഉണ്ടല്ലോ, കുറച്ച് സ്ഥലത്ത് മാത്രം ആ ഫ്ലാറ്റ്, ആ ഒരു പ്രത്യേക ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലായി തുടങ്ങി. നമ്മളും ആ ലോകത്തിൽ എവിടെയോ ആണ്. അതിൻ്റെ കുറച്ചൊരു തണുത്ത ഒരു കാലാവസ്ഥ, നിങ്ങൾ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളെയും അതിനകത്തേക്ക് വിഷ്വലിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ പുറത്ത് പോകണ്ട, പുറത്തേക്ക് ഷൂട്ട് പോകണ്ട എന്ന് വെച്ചാൽ വേറെ എല്ലാം കാണിക്കുന്നതൊക്കെ ഗ്രാഫിക്സ് ഒക്കെ കാണിച്ച് മാനേജ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നില്ലേ? അതൊക്കെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളമാണ് നമ്മൾ ഉള്ളിൽ കണ്ടത്, അത് പുറത്തേക്ക് വന്നപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? അരുണിൻ്റെ കോൺസെപ്റ്റാണ് കംപ്ലീറ്റ്ലി അരുൺ ചന്തുവിൻ്റെ മൈൻഡിലുള്ള സംഭവമാണ്. ഐ തിങ്ക് ഇവർ ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് അങ്ങനെ പീസായിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർ എൻവയോൺമെൻറ്റ് പുറത്തുണ്ടാക്കിയിട്ട് അതിനെ റിപ്ലിക്കേറ്റ് ചെയ്യാനാണ് നോക്കിയത്. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അല്ല, ലോക്ക്ഡൗൺ നടക്കുന്നത് കൊണ്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങനെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിനെ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ഫിഗറിലൊക്കെ നിർത്തണം എല്ലാം കൂടെ, മനസ്സിലായോ? അപ്പോൾ അപ്പോഴാണ് ഈ സിനിമ, ഈ ആശയം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. നമുക്ക് അപ്പോഴത്തെ പ്രതിസന്ധികളെ നമുക്ക് ബെനിഫിഷ്യലാക്കി മാറ്റാവുന്നത്. പുറത്ത് ആൾക്കാരില്ല, റോഡുകൾ വിജനമാണ്, നമുക്ക് ഏരിയൽ ഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒറ്റപ്പെട്ട ഒരു വാസത്തിൻ്റെ ഒരു ഫീലും അതൊക്കെ ആ സമയത്ത് ഷൂട്ട് ചെയ്ത ഫുട്ടേജസ്, അതാണ് അതിന് കിട്ടി. പിന്നെ അതിൻ്റെ എടുത്തു പറയേണ്ടത് ചന്തുവിൻ്റെ മനസ്സിലാണ് പകുതി കാര്യങ്ങൾ. ഇത് VFX സപ്പോർട്ട് ഹ്യൂജ് ആണ് ഈ സിനിമയ്ക്ക്. കോടികൾ അടുത്ത് നിൽക്കുന്ന VFX ഇതിൽ ഇൻവെസ്റ്റഡ് ആണ്. ബറാക്കി എന്ന് പറയുന്ന ടീമാണ് അത് ചെയ്തത്. അവരുടെ എനിക്ക് തോന്നുന്നു VFXന് എപ്പോഴും ഇമ്പോർട്ടൻ്റ് സമയമാണ്. അപ്പോൾ അവർക്ക് ഈസിലി ഒരു 1.5 വർഷം ഇതിൽ ഓരോ ഫ്രെയിം ടു ഫ്രെയിം ഇരുന്ന് വർക്ക് ചെയ്യാൻ ഇവർക്കിരുന്ന് മാറ്റിയും മറിച്ചു. അപ്പോൾ നമ്മൾ അറിയുന്നുണ്ട് സമയം എടുത്ത് ചെയ്ത. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കൃഷാന്തേട്ടനും ഈ സിനിമ കാണാനിടയായത്. കാണാനിടയായിട്ട് കൃഷാന്തേട്ടൻ്റെ ആ കണ്ടിഷ്ടപ്പെട്ട് അദ്ദേഹം, നമ്മൾ ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഈ സിനിമ, അങ്ങനെ അദ്ദേഹം വന്നതാണ്. പക്ഷെ അത് ഹ്യൂജ്ലി നമുക്ക് വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. അദ്ദേഹത്തെ ഇരുത്തി പറയല്ല, കാര്യം ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് ഒരു ഫേസ്, കാര്യം ഞാൻ പറയില്ലേ നമുക്ക് എല്ലാവരും ഒരു സ്റ്റാർ എന്ന് പറയാൻ ആരുമില്ല. അപ്പം ആ ഒരു ഫേസ് വരുമ്പോൾ ആ സിനിമയ്ക്ക് കിട്ടുന്ന അറ്റൻഷൻ കിട്ടുന്ന ഇപ്പം അത് ഞങ്ങളുടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കണ്ടപ്പോഴത്തേക്കും അത് സംതിങ് ദറ്റ് ഐ വുഡ് ലവ് ടു മേക്ക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഫൈ എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് എ വെരി സിലി ഫിലിം. ഇറ്റ്സ് സിലി ആൻഡ് ഫണ്ണി. അതായത് നമ്മൾ റിക്കൻ മോട്ടി കാണുന്ന പോലെയോ അല്ലെങ്കിൽ ആർച്ചർ കാണുന്ന പോലെ, സൗത്ത് പാർക്ക് കാണുന്ന പോലെയൊക്കെ ഉള്ള ഭയങ്കര സില്ലി ആയിട്ടുള്ള എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിനൊന്നും ഭയങ്കര സ്റ്റേക്കുകളൊന്നും ഇല്ലാത്ത ഭയങ്കര രസമുള്ള ഫിലിം. അപ്പം ഇതൊരു പോസ്റ്റ് മോഡേൺ ജോണറാണ്. ഈ പോസ്റ്റ് മോഡേൺ ജോണർ അധികം മലയാളത്തിൽ വരുന്നില്ല. അപ്പം എല്ലാ വേൾഡ് സിനിമ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറി പോയിക്കൊണ്ടിരിക്കും സീരിയസ്ലി ഇത്. അപ്പം അങ്ങനത്തെ ഒരു ഫിലിം ഇവിടെ വരണം, അത് നല്ലതാണ്. അതിനെ ഒരു ടൈറ്റ്ലി പാക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണ് ഞാനും അരുണും കൂടെ ഒന്ന് എൻഗേജ് ആയത്. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ഭാഗമാവുന്നത് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ ആൻഡ് ഓൾസോ വിത്തൗട്ട് കോൺസിക്വൻസ് ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചില്ലായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് പോവാം. അതാണ് അതിൻ്റെ ബ്രില്യൻസ്. അജു, ഈ ശരിക്കും ഈ പടം കാണുന്ന സമയത്ത് ഇതിൻ്റെ ഇന്നർ ലെയറിനെ കുറിച്ച് ഞാനധികം സംസാരിക്കാത്തത് എന്തെന്ന് വെച്ചാൽ ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ശരിക്കും ലൈറ്റർ കോമഡി സിനിമയാണ്. അതായത് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ചെയ്ത ആളിൻ്റെ ബുദ്ധി നമുക്ക് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത്രയും ലൈറ്റർ കോമഡി ഇത്രയും വലിയ കാര്യങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. എത്ര ബുദ്ധി ഉണ്ടായിരുന്നു. ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ. അതെ അതെ അതെ. പിന്നെ നിങ്ങൾ എടുത്ത പ്രൊഡക്ഷനിൽ എടുത്ത ചെറിയ ചെറിയ സാധ്യതകൾ, അനാർക്കലിയുടെ വോയിസ്, വാ, എന്തൊരു ബ്രില്യൻസ്. ചന്തു കുറേ ഇരുന്ന് ചന്തു പല ആ വോയിസ് ചേട്ടൻ കേട്ടോണ്ട് ഞാൻ പറയുന്നില്ല, ആ വോയിസ് ഭയങ്കര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് കുറേ അദ്ദേഹം
പേരുകൾ എടുത്തിട്ടാണ് ആ പേരിലെത്തിയത്. യെസ്, അയാൾക്കൊരു ഭയങ്കര കയ്യടി വേണം. കാരണം അതാണ് അതിന്റെ പഞ്ച്. അവിടെ തുടങ്ങിയില്ലേ ചിരി. അതെ അതെ. അനാർക്കലി, നമുക്ക് അനാർക്കലി ഇപ്പം ഏലിയനായിട്ട് അഭിനയിക്കുന്നു. ഇതിനു മുന്നേ ചെയ്ത് പരിചയമൊന്നുമില്ലല്ലോ ആർക്കും. അതെ അതെ അതെ. ഞാനൊക്കെ ചെയ്ത് പല സിനിമകളും പലരിൽ നിന്നും കോപ്പി അടിക്കുന്ന ചില സിറ്റുവേഷൻ തരുമ്പം നമുക്കറിയില്ലല്ലോ, ജീവിതത്തിൽ ഇത് കടന്നു പോയാലേ നമുക്കറിയുള്ളൂ, എല്ലാം ഒന്നും ജീവിതത്തിൽ കടന്നു പോകില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ഇന്ന ആൾ ഇങ്ങനെ ചെയ്തു, നമ്മൾ നമ്മുടെ രീതിയിൽ ഇച്ചിരി ട്വീക്ക് ചെയ്ത് ചിലപ്പോൾ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലൊക്കെ തന്നെ ചെയ്യും. ഇപ്പം അനാർക്കലിയുടെ ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ചന്തുവിനെ വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ഇന്നും ഏലിയൻ ഇംഗ്ലീഷ് സിനിമകൾ കാണാമല്ല, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ ചെയ്യുന്ന സമയത്ത് എനിക്കും സംശയമായിരുന്നു, അനാർക്കലി ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ചില സമയത്ത് മനസ്സിലായില്ല. ഇത് മതിയോ ഏലിയൻ? ബട്ട് ടോട്ടാലിറ്റിയിൽ കാണുമ്പം എനിക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പോർട്രേയിലായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏലിയൻ എന്നാൽ അതിൽ ഒരു ഹിഡൻ സർപ്രൈസ്, അങ്ങനെ വലിയ സർപ്രൈസ് അല്ല, പക്ഷേ ആ പവേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. യെസ്, സൂപ്പറായിരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് പോകാൻ പോകുന്നത് ഈ സമയവ്യത്യാസമാണ് അതിനകത്ത് അവസാനം വരുന്ന കോമഡി എന്ന് പറയുന്നത്. രണ്ടുപേരും സെന്റിമെന്റ്സ് ആയിട്ട് കാണുന്നത് ആക്ച്വലി സമയവ്യത്യാസത്തിന്റെ ഒരു കോമിക്കാണ്. ഈ സമയവ്യത്യാസം എന്ന് പറയുന്നത് ഈ വലിയ സംഭവം, അതായത് സ്റ്റീഫൻ ഹോക്കിങ്സ് ഒക്കെ സംസാരിക്കുന്ന ടോപ്പിക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കോമഡി ആക്കുമ്പോണ്ടല്ലോ, ഞാൻ വിചാരിച്ചു എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ നമുക്ക് മലയാള സിനിമയിൽ ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. ചേട്ടൻ എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റി സംസാരിക്കുന്നു, ഇത് ഇത്ര ഒബ്സർവ് ചെയ്തു എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷവും. ഞങ്ങൾക്കിത് തുടക്കത്തിൽ എനിക്ക് ചന്തുവിനെ വട്ടിഷ്ടമാണ്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്കും അപ്പം നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്, വീണ്ടും 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 ഇനി അസോസിയേറ്റ് ചെയ്യും. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല, അതായിരുന്നു നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ ടൈമിലും നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ ഒരെണ്ണം ആണ് നമ്മളിത് എടുത്തു പറയണം. ഇത് എല്ലാവർക്കും ചിലപ്പം ദഹിക്കുന്നൊരു സിനിമയാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജോണറുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ താല്പര്യപ്പെടുന്നൊരു ഫസ്റ്റ് ഡേ വന്നാൽ മതി, അല്ലെങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് മാത്രം ആദ്യം വരിക അങ്ങനെ ഞാൻ പറയുന്നില്ല. കാര്യം ഈ ജോണർ ഇപ്പോൾ ഇദ്ദേഹം ഒരിക്കലും യങ്സ്റ്റർ അല്ല, ഞാനൊരു യങ്സ്റ്റർ അല്ല, അല്ല ഞാൻ പറഞ്ഞ യങ്സ്റ്റർ ഇൻ ടേംസ് ഓഫ് പ്രായം അല്ല, പക്ഷെ നമുക്ക് ആ സ്വീകാര്യത അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഇപ്പോൾ കിളിപോയി ഞാൻ 12 വർഷം മുന്നേ ചെയ്യുമ്പം ഞാൻ ആസിഫും വിനയും ഞാനും ഒക്കെ കേട്ട ക്രിറ്റിസിസം ചെറുതല്ല. ഇന്ത്യയിലത്തെ ആദ്യത്തെ സ്റ്റോണർ ജോണറായിരുന്നു. അത് കഴിഞ്ഞാണ് ഗോ ഗോവ ഗോൺ വന്നത്. അപ്പം അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ അറ്റാക്ക് ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ചിലപ്പോൾ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇതേപോലൊരു വേറൊരു ജോണർ അറ്റംപ്റ്റ് ചെയ്യുമ്പം എൻ്റെ ഇന്ന് ഒരു സന്തോഷം എന്നതാണ്, നമ്മളുടെ മാർക്കറ്റ്, നമ്മളുടെ ഓഡിയൻസസ് കുറച്ചും കൂടി ഓപ്പണാണ് പോസ്റ്റ് കോവിഡ് എസ്പെഷ്യലി. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻ്റെ സേഫ്റ്റി എടുക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതൊരു പൂർണ്ണമായിട്ടും മോക്യുമെൻ്ററി എന്ന് പറയുന്ന ഒരു ജോണറാണ് വരുന്നത്. അപ്പം അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ട്രെയിലറുകളിലും ടീസറിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതല്ലാതെ തെറ്റിദ്ധരിച്ച് വന്നിട്ട് നിങ്ങൾ ചതിക്കപ്പെട്ടൊരു ഫീല് നമ്മൾക്ക് ഉണ്ടാവരുത്, നിങ്ങളുണ്ടാവരുത് നമുക്കുണ്ട്. അതേ ഉള്ളൂ, നിങ്ങൾക്ക് ചതിക്കപ്പെട്ടെന്നൊരു ഫീല് വരരുത്. അതെ അതെ അതെ. ഇത് പറയുമ്പോഴും ഗണേശാണ് ഇതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഹ്യൂമർ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കാത്തൊരു പ്ലേസ്മെൻ്റ് ആയിരുന്നു അത്. പക്ഷേ കണ്ട് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, പുള്ളിയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത് ചിരിയിൽ. ഇപ്പം നിങ്ങൾ 3-4 കുറച്ച് പേരല്ലേ ഉള്ളൂ ഇതിനകത്തുള്ളൂ, പക്ഷേ ആ വേൾഡിൽ തന്നെ ഇത്രയും ചിരി ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ആ 5 പേർക്കിടയിൽ തന്നെ ഭയങ്കര കോംബോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 3 പേരും തന്നെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. കോൺട്രഡിക്ഷൻസ് ഒരുപാടുണ്ട് ക്യാരക്ടേഴ്സിന്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ വ്യത്യാസമുണ്ട്. 3 പേരും 3 തൊഴിലാണ് ചെയ്യുന്നത്, പക്ഷേ രസമായിരുന്നു. പുള്ളിയെ കൂടെ ഒന്ന് വിലയിരുത്തും. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സിലൊരാളാണ്. അത് കൊണ്ടാണ് സാജൻ ബേക്കറി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ റിക്വസ്റ്റ് ചെയ്താണ് ആ വേഷം ചെയ്യാമെന്ന്, എൻ്റെ അമ്മാവൻ്റെ വേഷം. കാര്യം അദ്ദേഹം ചെയ്ത വേഷങ്ങൾ ശ്രദ്ധിച്ചറിയാം, എല്ലാം ഈസിലി ഹാൻഡിൽ ചെയ്യാം, നമുക്ക് ഈസിലി എന്തും ആക്കാവുന്നൊരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്വിർക്കിനെസ് നമുക്ക് ഇതിൽ ആവശ്യമായിരുന്നു. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിൻ്റെ ഒരു മെച്യൂരിറ്റിയും വേണം. ഞങ്ങളെപ്പോലത്തെ 2 പേരെ ആ വീട്ടിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും വേണം. അറ്റ് ദ സെയിം ടൈം ഈ ഫൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു
അദ്ദേഹത്തിന്റെ ഭാഷയിൽ അതുണ്ട്. അദ്ദേഹത്തിന് ബിലോങ് ചെയ്യുന്ന സ്ഥലത്തിന്റെ ആ ഭാഷ. modulations എനിക്ക് തോന്നുന്നു പത്തനാപുരത്തിനും അല്ലെങ്കിൽ കൊല്ലത്ത് അങ്ങോട്ട് ഉണ്ട് ആ ഒരു, നമുക്ക് ശാസിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് സർക്കാസവും പറയാൻ പറ്റും. അപ്പം അത് നമുക്കിഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹത്തിന് മാത്രം തന്നെ എഴുതിയതാണ്. പുരുഷപ്രേതം കാണുന്ന സമയത്ത് നമുക്കും വേണമെങ്കിൽ സാധ്യമാക്കാം എന്നൊരു തോന്നലാണ്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്, അത് നമ്മൾ കണ്ട് ആസ്വദിക്കുന്നു. പക്ഷേ ആവാസ വ്യൂഹം കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല, ഇങ്ങനൊരു സാധനം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ഇങ്ങനൊരു പാറ്റേൺ, ഇങ്ങനെ കഥ പറയാൻ പറ്റും. നിങ്ങൾ അസാധ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. ഞാനത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് എന്നാ മേക്കിങ്, എങ്ങനെ ഇത്രയും ചിന്തിക്കണേ, ഇത്രയ്ക്കും ബുദ്ധിയാണോ തലയ്ക്ക്? അല്ല അല്ല അല്ല, ഇത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ പ്രൊഡക്ഷനോ ഒരു ഗതിയോ ഒക്കെ ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക്, എന്നാൽ അറ്റ് ദ സെയിം ടൈം ക്രിയേറ്റിവിറ്റി ഉണ്ട്, റിസോഴ്സുകൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച റിസോഴ്സുകളും നമ്മൾ തന്നെ ഫിലിം മേക്കിംഗ് ടൂൾസുകളും ഒക്കെ ട്രൈ ചെയ്തിരിക്കുമ്പോഴത്തേക്കും മൈൻഡിനെ ഇമേജ് ആക്കാൻ നമ്മളത് ക്രാക്ക് ചെയ്യും, ഹാക്ക് ചെയ്യും. അത് ഹാക്ക് ചെയ്യാൻ പറ്റി എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് ഹൗ വി ടോക്ക് ഓർ ഹൗ വി തിങ്ക് ഒരു ഫിലിം ഉണ്ടാക്കാൻ പറ്റിയ ഭയങ്കര രസം. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഒരെണ്ണം പറ്റി. അതാണ് ആവാസ വ്യൂ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം സീരിയസ് ആണോ എന്ന് വെച്ചാൽ സീരിയസും അല്ല. എൻ്റെ മൈൻഡിലൊരു സൂപ്പർ ഹീറോ എൻവയോൺമെൻറ്റൽ ഫിലിമാണ്. മോക്യുമെൻ്ററി ആണോ എന്ന് ചോദിച്ചാൽ മോക്യുമെൻ്ററി ആണ്. അപ്പോൾ അത് ആ ഒരു സമയത്തുള്ള മറ്റേ നമ്മുടെ ബ്രെയിനും സർക്കംസ്റ്റൻസും മാനസിക രോഗങ്ങളും മാനസിക നല്ല കാര്യങ്ങളെല്ലാം കൂടെ വിഭ്രാന്തികളെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. വെൻ ഐ ലുക്ക് ബാക്ക് ഐ ആം വെരി സർപ്രൈസ്ഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഒരു സാധനം ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. ഓൾസോ പ്രൊഡക്ഷൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങത് സംഭവിച്ചു. പിന്നെ അത് വിൽക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ നിയമം. അല്ലാതെ ആൾക്കാർ കാണണം അല്ലെങ്കിൽ ഇതിന് അവാർഡ് കിട്ടണമെന്നല്ലാതെ ഈ ഡിസൈൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് വിറ്റിട്ട് അതിന് ആരെങ്കിലും പൈസ കൊടുത്ത് അതിനെ കുറ്റം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ അല്ലാതെ അത് ചെയ്യിപ്പിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു, ഞാൻ കൺസിഡർ ചെയ്യുന്ന വിജയം എന്ന് വെച്ചാൽ ഐ കുഡ് കംപ്ലീറ്റ് ദാറ്റ് സെയിൽസിൻ്റെ സൈക്കിൾ, ഒരു ഡിസൈൻ സൈക്കിൾ, ഒരു പ്രോഡക്റ്റ് ആലോചിച്ചു, അതിന് ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവന്നു, അത് വിറ്റു. അത് ലാഭമോ നഷ്ടമൊന്നുമില്ല, അത് വിറ്റു. അപ്പം കല വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയും തേക്കാതെ ഈ പരിപാടി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതാണ് സന്തോഷം. അതാണ് വേണ്ടത്. പുരുഷപ്രേതം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്രാഫ്റ്റ് ഇല്ലെങ്കിൽ എഡിറ്റിങ്, ഇതിൻ്റെ എഡിറ്റിങ് പറയണം കേട്ടോ. എഡിറ്റിങ്, ആ എഡിറ്ററെ ഞാൻ പിടിച്ചാൽ ശരിക്കും പറഞ്ഞൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. അസാധ്യമായിട്ടുള്ള എഡിറ്റിംഗ്, സൂപ്പർ. അതേപോലെ പുരുഷപ്രേതം ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് അലക്സാണ്ടർ ഇത്തരം ഒരു പടത്തിൽ ഇത്രയും ഒരു ആരാധന കിട്ടുന്ന ഒരു പടം അയാൾ ചെയ്തിട്ടുണ്ടാവില്ല. ആ മനുഷ്യന് കിട്ടിയൊരു ഭാഗ്യം കൂടിയാണത്. അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന അതിൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്ക്, അത് ഇതേപോലെ ഡിസൈനിൽ ശ്രദ്ധിക്കപ്പെട്ടു പടം. അത് അങ്ങനെ തന്നെ വിൽക്കാൻ പറ്റിയതൊരു ഭാഗ്യമല്ലേ ഈ പറയുന്നത്? അതെ അതെ, അഗെയിൻ സെയിൽസ് ആണ് അതിൻ്റെ, കലയുടെ കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എങ്ങനെ കല സ്മഗിൾ ചെയ്ത് കയറ്റാന്നാണ് നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കള്ളക്കടത്താണ്. അതെ അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എസ്തെറ്റിക് നെഗറ്റീവ് ഫ്രെയിമിങ്സ്, പിന്നെ എല്ലായിടത്തും റൂൾ ഓഫ് 180 ബ്രേക്ക് ചെയ്യുന്നു, അൺസിൻക്രണസ് ആയിട്ടുള്ള മ്യൂസിക്, പോസ്റ്റ് മോഡേൺ നെറേറ്റീവ്, നമ്മൾ നെറേറ്ററിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നെറേറ്ററിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുന്ന കണ്ടന്റിൽ നമുക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ ഫിലിം മേക്കറിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ളൊരു പുതിയ ഇതിലുണ്ട്. ഗഗൻചാരിയിലും നമ്മൾക്ക് ഏത് നെറേറ്ററിനെ ട്രസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. നമുക്ക് വൈബിനെ ട്രസ്റ്റ് ചെയ്യണോ, അത് ഗൂഗിളിൻ്റെ ക്യാരക്ടറിനെ ട്രസ്റ്റ് ചെയ്യണോ, അത് അനാർക്കലി. അപ്പോൾ ഇതൊരു പുതിയ സാധനം. അപ്പോൾ എനിക്ക് കിട്ടിയ സ്ക്രീൻ പ്ലേയിൽ ആദ്യം അങ്ങനെ അല്ലായിരുന്നു. കുറച്ചുകൂടെ ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് സീരിയസ് ബട്ട് വിത്ത് ഒരു ചെറിയ ഒരു സാധ്യതയുണ്ട് ഇതിൻ്റെ അകത്ത്, ഹ്യൂമറിൻ്റെ. അപ്പോൾ ഞാനത് ഹ്യൂമറസ് തന്നെ, കാരണം വി ആർ ടോക്കിംഗ് പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്, പക്ഷേ രാഷ്ട്രീയമല്ല, പൊതുവേ ഹ്യൂമൻ പൊളിറ്റിക്സ് ആയിട്ട് മരിച്ചു കഴിഞ്ഞ മൈഗ്രൻസിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഡിസൈൻ, പിന്നെ അത് യുണീക്ക് ആക്കണമെന്നേ. നമ്മുടെ ആർട്ട് വർക്കിന് കുറച്ച് ലോഞ്ചിവിറ്റി കൊടുക്കണമെങ്കിൽ, ഷെൽഫ് ലൈഫ് കൊടുക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സാധനം അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് പുരുഷപ്രയത്തിൽ അങ്ങനെ ഒരു ഡിസൈൻ ഇത് വെച്ചത്, ഒരു നിയോനുവാർ കളേഴ്സും ഒക്കെ വെച്ചേക്കുന്നത്. വേറെ ലെവൽ. നിങ്ങൾ വേൾഡ് സിനിമകൾ ഇഷ്ടംപോലെ കാണുന്ന ഒരു മനുഷ്യൻ്റെ തലക്കകത്തുനിന്ന് വന്നൊരു പ്രോഡക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടിപൊളി കേട്ടോ. ഗൂഗിളെ ഇതിനകത്ത് ഇപ്പോൾ ഗഗനചാരിയിൽ ഒരു പൊളിറ്റിക്കൽ നറേഷൻ ഉണ്ട്. അത് പലപ്പോഴും ഈ സ്വാതന്ത്ര്യത്തിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് ഇടപെടുന്നത്, ഭരണകൂടം എങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ട്
മറ്റേ ഡീസൽ വണ്ടിയിലാണ് നിങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ വേൾഡിൽ തിരിച്ചാ അതെ, ഇലക്ട്രിക്കൽ വണ്ടിയാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. സ്ഥിരം ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് മാറി ലാസ്റ്റ് ഇല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കും എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. ഇത് സത്യത്തിൽ സറ്റയറിറ്റിക്കലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഇതൊരു ഈ കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്സ് കൂടെയാണ്. ഇപ്പോഴത്തെ സർക്കാരുകൾ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളൊരു സാധനം കൂടെയുണ്ട്. ഇപ്പോൾ അച്ഛൻ നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് ഒരു വലതുപക്ഷ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. പക്ഷെ അതിന് വിമർശനം വരുന്ന ഒരു ചില ലൈൻസിലാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ചില ലൈൻസ് ഞാൻ തന്നെയാണ് പറയുന്നത്. കുറെയൊക്കെ ഞങ്ങൾ സെൻസർ മാറ്റേണ്ടി വന്നു. എനിക്ക് ഞാൻ അങ്ങനെ വലിയ അറിയപ്പെടുന്ന ആളൊന്നും അല്ലായിരിക്കാം, എന്നാലും എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ അങ്ങനെ ബയസ്ഡ് അല്ല എന്നും. ഈവൻ അച്ഛനാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനൊരു കറപ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, അത്രേ ഉള്ളൂ. അതിപ്പോൾ ആര് തന്നെ ആയാലും അങ്ങനെ തന്നെയാണ്. ഇതിൽ നമുക്കിതേപോലെ ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. യോജിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്കതിൻ്റെ ഒരു ഈ സറ്റാരിക്കൽ നേച്ചറിലൂടെ അത് പറയുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് ആക്സെപ്റ്റൻസ് കിട്ടുമെന്നും എൻ്റെ അടുത്തു നിന്ന് പൊതുവെ പ്രതീക്ഷിക്കാത്ത ഈ പറഞ്ഞ എൻ്റെ വായിൽ നിന്ന് തന്നെ ക്രിറ്റിസിസം വരുമ്പോൾ ഉള്ളതിൻ്റെ ഒരു രസം അതൊക്കെ മനസ്സിൽ കണ്ടുള്ളായിരുന്നു. എത്രത്തോളം ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ചേട്ടൻ ഇത്രയും ഒബ്സർവ് ചെയ്തതുകൊണ്ടാണ് ആ സിനിമയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചേട്ടന് ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റും. അജു, ആ ഒരു കോൺട്രാസ്റ്റില്ലേ ഭയങ്കര രസമാണ്. പുറത്തുള്ള ഇമേജിനെ സിനിമയിലുള്ളിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ പൃഥ്വിരാജ് ഇല്ലെങ്കിൽ അജു വർഗീസ് കാമിയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ പുറത്തുള്ള ഇമേജിനെയാണ് നമ്മൾ സിനിമയ്ക്കുള്ളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പുറത്ത് ഗോകുലിനൊരു ഇമേജ് ഉണ്ട്, സുരേഷ് ഗോപിയുടെ മകൻ എന്ന് പറയുന്ന ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ തന്നെ അത്തരം പൊളിറ്റിക്സിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺട്രാസ്റ്റ് കലയിൽ സംഭവിക്കുന്ന ക്രിയേറ്റിവിറ്റിയിൽ സംഭവിക്കുന്ന ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും ക്രിറ്റിസിസം ഇല്ലായിരുന്നു. മനസ്സിലായി, ഇത്രയും എനിക്കറിയില്ല കേട്ടോ. കാര്യം ഗോകുലും അല്ലെങ്കിൽ ഫാമിലി ഫേസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ മനസ്സിലാവുള്ളൂ. പുറത്തിരിക്കുന്നവന് അപ്പുറത്ത് ഭ്രാന്ത് വരുമ്പോൾ നല്ല സുഖമാണെന്നുള്ള അവസ്ഥയാണല്ലോ. അപ്പം പക്ഷേ എന്നിട്ടും അദ്ദേഹം അത് ചെയ്തത് അതാണ് കലയോട് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ആസ് ആൻ ആക്ടർ പുള്ളിക്ക് ആ റോള് നോക്കുക ചെയ്യുക. ബാക്കി എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലത്തെ പൊളിറ്റിക്സ് എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും ഡയറക്ടറിൽ വെസ്റ്റഡാണ്, റൈറ്റേഴ്സിൽ. നടന്മാരിപ്പം അവർക്ക് വേഷം എൻ്റർടൈൻമെൻറ്റ് ഞാനതേ നോക്കാറുള്ളൂ. ആസ്വാദനം എന്താ പറയുക കൊടുക്കുന്നുണ്ടോ കാണുന്ന പ്രേക്ഷകനെ, അതേ ഞാൻ നോക്കാറുള്ളൂ. എൻ്റെ രാഷ്ട്രീയം ഞാൻ വീണ്ടും പറയുന്നത്, എൻ്റെ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടപെടാൻ തുടങ്ങി എനിക്ക് എൻ്റെ അധികാരം വേണം. ഞാൻ ചുമ്മാ ഇവിടുന്ന് ഇൻ്റർവ്യൂവിൽ നിന്ന് ക്യാമറ എന്ന് പറഞ്ഞിട്ട് അതൊരു 10 പേര് കണ്ടു പോയി അതിലോട്ട് എനിക്ക് സമയം കളയാൻ താല്പര്യം. നമുക്ക് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ ജെന്യുവനായിട്ട് വരണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സമയം കളയാം, നമ്മൾ നമ്മുടെ ജോലി ചെയ്തിട്ട് പോവുക, കാശും വാങ്ങിച്ച് പോവുക. ഒരു കാര്യം കൊണ്ട് മുദ്ദുഗൗവിൽ വരുന്ന സമയത്ത് ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ഓരോ പ്രാവശ്യവും അയാൾ ഉമ്മ വയ്ക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനമുണ്ട്. നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു പടമാണ്. പക്ഷേ തിയേറ്ററിൽ എത്രത്തോളം വിജയിച്ചോ എന്നറിയില്ല. ഈ മുദ്ദുഗൗവിൻ്റെ കഥയിൽ അജുവിനെയാണ് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നതെന്നാണ് ഞാൻ കേട്ടത്. കഥ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നു, കഥ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഇദ്ദേഹം ഗൂഗിളിൽ ചെയ്ത വേഷം ചെയ്യാനുള്ള പ്രായം കടന്നു പോയായിരുന്നു. അപ്പം മാനസികമായിട്ടും പിന്നെ അതൊരു ഹീറോ ചെയ്യേണ്ടത്. ഞാൻ ഹീറോ വേഷങ്ങൾ ചെയ്യുന്ന ആളല്ല. അപ്പോഴാണ് വിപിൻ പിന്നെ സുരേഷ് ചേട്ടനോട് സംസാരിച്ച് സാർ എനിക്ക് തോന്നുന്നു ഗൂഗിളിൻ്റെ ഡെബ്യൂ ആയിട്ട് അത് സംഭവിച്ചത്, വിജയ് ബാബു ചേട്ടനും കൂടെ സംഭവിച്ചിട്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അത് ചെയ്യേണ്ട വേഷമല്ല. ഒരു യങ് ഒരു ചാമിങ് വ്യക്തി, അതായത് കറക്റ്റ് റോളാണ്. അല്ല ഞാനൊന്ന് ചെയ്യുമ്പോൾ എനിക്കൊന്ന് 10-30 വയസ്സ് അതല്ല, മനസ്സുകൊണ്ട് എനിക്കത് ഡിസ്കണക്റ്റഡ് ആയി. ഞാൻ ഇത്തിരി ഇപ്പൊ എനിക്ക് 40 ആയെങ്കിലും ഞാനിപ്പോൾ മനസ്സുകൊണ്ട് നല്ല പൂർണ്ണ വസന്തമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മറ്റേ വൈബിലിരിക്കാൻ വലിയ താല്പര്യമില്ല. ഐ എം പ്രൗഡ് ടു ബി എ വസന്തം എന്ന് വെച്ചാൽ ഞാനൊരു വൈബ് ഉള്ള ഒരു യങ് ആളെ അല്ല, അത് ഞാൻ എൻ്റെ അഭിനയമാണ്, എൻ്റെ ജോലിയാണ്. എന്ന് വെച്ചാൽ ഞാൻ വേറൊരു വൈബിൽ നിൽക്കുന്ന ആളെ പോയിട്ട് നിങ്ങൾ ഞാനാവണമെന്ന് ആവശ്യപ്പെടില്ല. തിരിച്ച് ഞാൻ അവനാവണമെന്ന് ആവശ്യപ്പെടായിരുന്നു മതി. എൻ്റെ ആസ്വാദനം ഐ എം ഫൈൻ. ഈ ഇതിൽ നിങ്ങൾ വസന്തം എന്നൊക്കെ പറയുന്നത് കേരള ക്രൈം ഫയൽസിൽ അസാധ്യമായിട്ടുള്ള വന്നിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഞാൻ അത് അഭിനയിക്കുകയാണല്ലോ, അത് അവിടെ തീരുവാണ്. എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം. പുതിയ പാട്ടുകൾ ഞാൻ ഇലുമിനാട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഫൈൻ, അടിപൊളി. എനിക്ക് അതനുസരിച്ച് ഇപ്പം നമ്മൾ അത് മാറണം എന്നുള്ളൊരു ഇതൊന്നുമില്ലേ.
അല്ലെങ്കിൽ ഒരാളെ മാറ്റുക, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരാളെ മാറ്റില്ല, ആരും എന്നെ മാറ്റുന്നുണ്ട്. നിങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ പടമാണ് കൊണ്ടുവന്നത്. അതിനകത്ത് പരിണാമത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുരങ്ങിൽ നിന്നാണല്ലോ നമ്മൾ ഉണ്ടായെന്നുള്ള അർത്ഥത്തിലൊരു നറേഷൻ പോകുമ്പോൾ സത്യത്തിൽ ആൻസിസ്റ്ററാണ്, നമ്മുടെ ഏതോ ഒരു പൊതുപൂർവികനായിരുന്നു ആ ഒരു സംഭവം എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിലെ നറേഷൻ. ആ നറേഷനെ തന്നെ കുറച്ചുകൂടെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ല, അത് ചന്തുവിൻ്റെ കോൺസെപ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഡാർവിൻസ് മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്ന ബുക്കുകൾ വായിക്കുമ്പോഴത്തേക്ക് ഈ പരിണാമ സിദ്ധാന്തത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ ഉണ്ട്. അത് ഈ എക്സ്ട്രാ ടെറസ്ട്രിയലായിട്ടാണ് ലൈഫ് വന്നതെന്നും ഡൈനോസർ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കാലം ബാക്കി എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് മേ ബി നിങ്ങളുടെ റീഡിങ് ഭയങ്കര കുറവായതുകൊണ്ടായിരിക്കും ആ ഒരു പോയിന്റിൽ മാത്രം ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ ഇങ്ങനത്തെ അതുപോലെ തന്നെ ഫസ്റ്റ് ലൈഫ് വന്നത് എങ്ങനെ ഒരു ലൈഫ് ഉണ്ടായെന്നൊക്കെ ഉള്ളതിനൊന്നും ഒരു ക്ലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷനില്ല. എല്ലാ അസംഷൻസും ഇതൊക്കെയാണ്. നമുക്ക് എന്ത് വേണോ ആക്കാം. നമുക്ക് ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നിടത്ത് ദൈവം ഇരുന്നിട്ട് ആൾക്കാരെ പടച്ചു വിട്ടു എന്നും ഒരു മൃഗത്തിനെ ഉണ്ടാക്കിയെന്നും മിന്നലുണ്ടാക്കിയെന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് കുന്തവും പറയാം. അപ്പം അങ്ങനത്തെ ഒരു കുന്തം ചന്തു പറഞ്ഞു, അത്ര ആയിട്ട് കൺസിഡർ ചെയ്ത് വെരി സീരിയസ്. നല്ല നറേഷനാണ്. അതേപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസിനോട് ചോദിച്ചപ്പോൾ അന്യഗ്രഹ ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ശരിക്കും അന്യഗ്രഹ ജീവികൾ ഉണ്ടാവുമോ? കളമശ്ശേരി എനിക്കറിയാം. അല്ല, ഉണ്ട്. ഫെർമീസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഈ മനുഷ്യൻ പറയും ഫെർമീസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിലിപ്പോൾ 10⁻11 പ്ലാനറ്റ്സിൽ ലൈഫ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്കിത് കോംപ്രഹെൻഡ് ചെയ്യാനുള്ള ഒരു ലൈഫ് സ്പാനും ഒരു ബാൻഡ് വിഡ്ത്തും ഒന്നും ഇല്ല. നമുക്ക് നമ്മുടെ ചേതന ഈ ചുറ്റുവട്ടത്തിന് വേവ് ലെങ്ത് മെഷർ ചെയ്യാനുള്ളതേ. അതെ, അപ്പോൾ നമ്മൾ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ കാണാം. പിന്നെ ഇത് നല്ല നറേഷനാണ്. ഇങ്ങനത്തെ കഥകൾ പറയാം. ദൈവം എന്ന് പറയുന്ന പോലെ, അന്യഗ്രഹ ജീവി എന്ന് പറയുന്ന പോലെ, ഉമ്മാക്കി എന്ന് പറയുന്ന പോലെയൊക്കെ നല്ല രസമാണ്. കഥകൾ പറയാനും പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ സ്റ്റോറീസിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര പ്ലെയിൻ ആയി പോയില്ലേ, ഫ്ലാറ്റ് ആയി പോയി. അല്ല, നമ്മൾ മൊത്തത്തിൽ ഇപ്പം ഞാൻ പറയുന്നത് കഥകൾ നമ്മളെ നിലനിർത്തുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് ആ വെള്ളം എടുത്തൊരു അതല്ലല്ലോ. ഒരു 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 രസം വരുന്ന എപ്പോഴും കഥകൾ പറയുമ്പോഴാണ്. എന്നും എല്ലാ ദിവസവും എല്ലാവരും ജീവിതത്തിലുണ്ട്. തീർച്ചയായിട്ടും ആ കഥ പറച്ചിലിൻ്റെ ഒരു സുഖം കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഗോകുലിനോട് ചോദിക്കാം, അന്യഗ്രഹ ജീവിയെക്കുറിച്ചുള്ള ഗോകുലിൻ്റെ അഭിപ്രായം പറയൂ, ഉണ്ടോ? എനിക്ക് ഇതുപോലെ ഞാൻ കുറേ കോൺസ്പിറസി തിയറീസും അതുപോലെ ഡയറക്ടർ അരുൺ ചന്തുവായിട്ടിരുന്ന് ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതിനെക്കുറിച്ച്. എനിക്കും ഏറെക്കുറെ അനുനാക്കിയിലും അങ്ങനെയൊക്കെ, അനുനാക്കി ഫാമിലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിലൊക്കെ എനിക്ക് അത്യാവശ്യം ഓക്കെ ഇതാണോ നമ്മളുടെ ശരി, സിവിലൈസേഷൻസ് ഉണ്ടായത് തന്നെ ഫോക്ക് ലോസിലും അന്നതുപോലെ നമുക്ക് ഫോണോ അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് നടക്കുന്നൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ കോണ്ടിനൻസ് എങ്ങനെയാണ് പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാർ നമ്മളിപ്പോൾ അറിയപ്പെടുന്ന രാജാക്കന്മാരെ പറ്റിയും അല്ലാതെ പലതും ഉണ്ടായിട്ടുള്ള പല ഈ കഥ പറയുന്ന ആൾക്കാർ, പാട്ടിലൂടെ കഥ പറയുന്ന ആൾക്കാർ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെ എന്തായാലും പറയുക ബാലൻസ് പാടുക, അങ്ങനത്തെ ഒരു പ്രവണതയിലൂടെ ആണല്ലോ. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ്, അതിൻ്റെ ഒരു ഇവോൾവ് വേർഷനാണ് നമ്മളിപ്പോഴും എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ വായിച്ചതായിരുന്നു, ഡൈനസോഴ്സ് എന്ന് പറഞ്ഞ ടേം നമ്മുടെ ഈ ഒരു സിവിലൈസ്ഡ് ഒരു സൊസൈറ്റി വന്ന് അതിനെ സ്റ്റഡി ചെയ്ത് അതിനിട്ട പേരാണ്. അതിന് മുമ്പ് ഇത് ഡ്രാഗൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഡ്രാഗൺസിൻ്റെ എക്സിസ്റ്റൻസ് ആക്ച്വലി ഉണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളും ഹൈപ്പോത്തസിസും ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു സുഖമുണ്ട്. അതെ അതെ, അതേ ഒരു സുഖം റെക്സിയുണ്ട്. അതെ, ഞങ്ങൾക്ക് റെക്സിയുണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു അന്യഗ്രഹ ജീവി തീർച്ചയായിട്ടും ഇപ്പോൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ കാണണം, അഭിപ്രായം പറയണം. എല്ലാവരും എന്ന് പറയുന്നത് അതെ, എല്ലാവരും എന്ന് പറയുമ്പോൾ അജുവിന് ഒരു ചെറിയ തർക്കമുണ്ട്. ഈ ട്രെയിലറൊക്കെ കണ്ടിട്ട് കാണാൻ ആഗ്രഹമുള്ള ഒരു തിയേറ്ററിലേക്ക് വരണം, സിനിമ കാണണം. എനിക്ക് പറയാനുള്ള എല്ലാവരും പറഞ്ഞ കേട്ടോ, അസാധ്യ സിനിമയാണ്, പുതുമയുള്ള സിനിമയാണ്. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.